ഈ കാലം നമ്മൾ ചലച്ചിത്ര ആസ്വാദകരെ സംബന്ധിച്ച് എത്രമേൽ മികവുറ്റതാണ്. നമ്മളൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഇതുപോലെയുള്ള മഹാനടന്മാരുടെ, കലാകാരന്മാരുടെ സിനിമകൾ, അവരുടെ കഥാപാത്രങ്ങളിലൂടെയൊക്കെ അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന നമ്മളാണ് ഏറ്റവും അധികം അത് ആസ്വദിക്കുന്ന മനുഷ്യർ എന്നുള്ളത് പറഞ്ഞു തന്നെ പോകേണ്ടതാണ്. അവിടെയാണ് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി ഏറെ വേറിട്ട് നിൽക്കുന്നതും അങ്ങനെ തന്നെയാണ്. വലിയ തരത്തിലാണ് അദ്ദേഹത്തെക്കുറിച്ച് മലയാളി ഇങ്ങനെ ചിന്തിക്കാത്ത, പറയാത്ത, ചർച്ച ചെയ്യാത്ത, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ കാണാത്ത ദിവസങ്ങളില്ല എന്നുള്ളതാണ് ഏറ്റവും സവിശേഷതയായി തോന്നാറുള്ളത്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ കൂടി വളരെ സ്വകാര്യമായ ഒരു പിറന്നാൾ ആശംസ നേരാനുള്ള വളരെ സവിശേഷമായ ഒരു അവകാശം ഞങ്ങളെ സംബന്ധിച്ച്, ഈ കൈരളി കുടുംബത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നതുകൂടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ, ചലച്ചിത്ര പ്രവർത്തകർ, മറുഭാഷയിൽ അദ്ദേഹത്തെ കാണുന്നവർ എല്ലാവരും അവരുടെ എല്ലാം ആസ്വാദനത്തിന് തൊട്ടുപിന്നിൽ നിന്നുകൊണ്ട് മമ്മൂക്കയ്ക്ക് പിറന്നാൾ ആശംസ നേരാൻ കഴിയുന്നവരാണ് ഞങ്ങൾ. മലയാളം കമ്മ്യൂണിക്കേഷൻസിൻ്റെ കീഴിലുള്ള ഈ കൈരളി കുടുംബം എന്നതുകൂടിയുണ്ട്. അപ്പോൾ ഞങ്ങളുടെ MD കൂടിയായിട്ടുള്ള രാജ്യസഭാംഗം ജോൺ ബ്രിട്ടാസ് മമ്മൂട്ടിയെക്കുറിച്ച് അല്പം മുമ്പ് എഴുതിയൊരു പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. പ്രിയപ്പെട്ട മമ്മൂക്ക, ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അദ്ദേഹത്തിൻ്റേതും അത് ഞങ്ങളുടേതും കൂടിയാണ് എന്നതുകൂടി പറയട്ടെ. ഈ ജന്മദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നലെ നമ്മൾ ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഇതൊരു ബർത്ത്ഡേ അല്ല, റീബർത്ത് ഡേ ആണ്. ഒരു പോരാട്ടത്തിൽ വിജയം നേടിയ ശേഷമുള്ള ആദ്യ ജന്മദിനം എന്നുള്ളത്, അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന നിലയ്ക്ക് കൂടി നമ്മൾക്കിത് വായിക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിലേക്ക് വരികയാണ്. ഇതൊരു ജന്മദിനം മാത്രമല്ല, അതൊരു റീബർത്ത് ഡേ ആണ് എന്ന് അദ്ദേഹം അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ, ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു പോരാട്ടത്തിൽ വിജയം നേടിയ ശേഷമുള്ള ആദ്യ ജന്മദിനം എന്ന നിലയിലുള്ള വളരെ വിപുലമായ, വളരെ വ്യത്യസ്തമായ ഒരു സവിശേഷത കൂടി ഇത്തവണത്തെ ഈ ജന്മദിന നാളിനുണ്ട്. മുൻപോട്ടുള്ള പ്രയാണത്തിന് ഈ ജന്മദിനം ഒരു ചവിട്ടുപടിയാകട്ടെ എന്ന് ഹൃദയത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു എന്നാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അധികം വൈകാതെ അദ്ദേഹത്തിൻ്റെ മുമ്പ് നമ്മൾ കണ്ട റിപ്പോർട്ടിൽ കണ്ടതുപോലെ കളങ്കാവൽ സിനിമ വരാൻ പോകുന്നു. ഒറ്റ ടീസർ, ഓണക്കാലത്ത് ആ ഒരൊറ്റ നോട്ടം അദ്ദേഹത്തിൻ്റെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറുള്ള അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമാണ് ഈ കൂളിംഗ് ഗ്ലാസുകൾ, സ്പെക്സ് എന്നൊക്കെ പറയാറുണ്ട്. അതിങ്ങനെ ഉയർത്തിയുള്ള, ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തിലേക്ക് മാറാനുള്ള ആ മമ്മൂട്ടിയെ നമ്മൾ അവിടെ കാണുകയുണ്ടായി. കളങ്കാവൽ വരാൻ പോകുന്നു. അതിനുശേഷം ഒരു മാസത്തിനപ്പുറത്തേക്ക് അദ്ദേഹം വീണ്ടും സിനിമയിലേക്ക് സജീവമാകുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ചികിത്സയും വിശ്രമവുമായി അല്പം മാറി നിന്നത്. ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോഴേക്ക് വീണ്ടും സിനിമയിലേക്ക് സജീവമാകാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ജോൺ ബ്രിട്ടാസ് MP മുൻപ് അദ്ദേഹത്തെക്കുറിച്ച് പിറന്നാൾ ആശംസ നേർന്നുകൊണ്ട് മുൻപ് പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അതിപ്പോഴും പ്രസക്തമാണ്. അതൊന്ന് കാണാം. ഹായ് മമ്മൂക്ക, മലയാളിയുടെ സ്വന്തം മമ്മൂക്കയ്ക്ക് ഞങ്ങളുടെ പ്രിയങ്കരനായ ചെയർമാൻ ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ. 5 പതിറ്റാണ്ടായി ഞങ്ങളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കൗതുകപ്പെടുത്തുകയും ചെയ്ത മമ്മൂക്ക വരും വർഷങ്ങളിലും വിസ്മയത്തിന്റെ ഒരുപാട് ഭാവതലങ്ങൾ തീർക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.